ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിങ് പ്ലാറ്റ്ഫോം മാത്രമല്ല വാട്സപ്പ്. നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഒരു ആപ്പ് കൂടിയാണ് ഈ വാട്സപ്പ്. അങ്ങനെ മാറിയില്ലേ? പലരും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ കുറച്ചാ ഉപയോഗിക്കും. നിങ്ങൾ എത്ര ഉപയോഗിക്കലുണ്ട്? നിങ്ങളത് അധികം ഉപയോഗിക്കല്? അതടക്കട്ടെ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വാട്സപ്പ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് ഒരു കോള് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാന്, ചാറ്റ് ചെയ്യാന്, ഗ്രൂപ്പ് കൂടിയായാലും സ്റ്റാറ്റസ് കൂടിയായാലും ഒക്കെ നമുക്ക് മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പിന് എക്സ്ട്രാ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും നമുക്ക് ആവശ്യമാണ്. പ്രൈവസിയും ഓരോ സമയത്തും അതിൻ്റെതായ രീതിയിലുള്ള പ്രൊട്ടക്ഷനും പ്രൈവസിയും ഒക്കെ വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ലാസ്റ്റ് വന്ന വാട്സപ്പിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൈവസി സെറ്റിങ്സിനെ പറ്റി ഇന്നത്തെ ഈ വീഡിയോ. അതായത് നമ്മളിപ്പം പേഴ്സണലായിട്ട് പല ആൾക്കാരായിട്ടും ചാറ്റ് ചെയ്യും, പല ഡാറ്റകളും കൈമാറും, ഫോട്ടോകൾ, വീഡിയോകൾ, അതുപോലെ മറ്റ് ഡാറ്റകളൊക്കെ നമ്മൾ പേഴ്സണൽ ചാറ്റിൽ കൂടെ കൈമാറും. ഇങ്ങനെ കൈമാറുന്ന ഡാറ്റകൾ അവരെ ഫോൺ സേവ് ചെയ്യാതിരിക്കാൻ ആ വാട്സപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. വാട്സപ്പിൽ നിന്ന് ഷെയർ ചെയ്യാനും പറ്റില്ല, സേവ് ചെയ്യാനും പറ്റില്ല. അതായത് അവരെ ഫോണിലേക്ക് അത് സേവ് ആകൂല. ഇപ്പം നമ്മൾ ഒരാൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ ഫോണിൻ്റെ ഗാലറിയിൽ അത് സേവ് ആകില്ല, ആ ചാറ്റിൽ മാത്രം അതുണ്ടാവും. ആ ചാറ്റിൽ നിന്ന് അത് ഷെയർ ചെയ്യാനും പറ്റൂല. അങ്ങനത്തെ ഒരു സെറ്റിങ്സ് അതെവിടെയുള്ളത് നമുക്കതൊന്ന് നോക്കല്ലേ. ഞാൻ ആദ്യം വാട്സപ്പ് ഒന്ന് തുറക്കട്ടെ. വാട്സപ്പ് തുറന്നിട്ട് ഒരു ചാറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ചാറ്റിൻ്റെ പ്രൊഫൈൽ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. പേര് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്താൽ ആ ചാറ്റ് ഇൻഫോ വരും. കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്വാൻസ് ചാറ്റ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നു. ഇത് വന്നിട്ട് കുറച്ചായിട്ടോ. നിങ്ങളെ വാട്സപ്പിൽ ഉണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്ക്. ഈ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നുള്ള ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇതൊന്ന് ഓണാക്കി കൊടുത്തേക്കുക. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരെ ഫോൺ സേവ് ആകുകയില്ല, അവർക്കത് ഷെയർ ചെയ്യാനും ആകുകയില്ല. ഇന്നൊരു കാര്യം കൂടിയുണ്ട്, ആ ചാറ്റ് എക്സ്പോർട്ട് ചെയ്യാനും പറ്റൂല. മറ്റൊരു ചാറ്റിലേക്കോ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കോ ആ ചാറ്റ് എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാനും പറ്റൂല. അടിപൊളിയല്ലേ? ഇതിൽ വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ. എല്ലാത്തിനും ഉണ്ടാകില്ല എന്തെങ്കിലും ഒരു കുഴപ്പമോ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതും കൂടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്രൈവസി സെറ്റിങ്സ് ആയി ഇത് മാറും. നല്ലൊരു പ്രൈവസി ഫീച്ചർ. പേഴ്സണൽ ചാറ്റിന് എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി ആയി. അപ്പോൾ ഇത് കിട്ടിയെങ്കിൽ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ. നിങ്ങളെ വാട്സപ്പിന് അപ്ഡേറ്റ് വന്നിക്കോ എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കണ്ടേ? അത് പ്ലേ സ്റ്റോർ പോയി നോക്കാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിന് അപ്ഡേറ്റ് വന്നിക്കേണ്ട അപ്ഡേറ്റ് ആകുന്ന ഒരു സെറ്റിങ്സ് ഇതിലുണ്ട്. അത് ഉമ്മാളെ ഞാൻ പറഞ്ഞു തന്നി കേട്ടോ. എന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. അതിന് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോയാൽ ആപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ഒരു ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് വിട്ടാൽ മതി. എന്തില്ല ഈ 3 ബട്ടണ്? ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ്, അതായത് വാട്സപ്പിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുക. രണ്ടാമത്തെ അലോ അപ്ഡേറ്റ് ഓവർ എനി നെറ്റ്വർക്ക്. നിങ്ങൾ വൈഫൈയിലായാലും മൊബൈൽ ഡാറ്റയിലായാലും ഏത് നെറ്റ്വർക്കിലായാലും അപ്ഡേറ്റ് ആകാനുള്ള ഒരു സെറ്റിങ്സ് അത് ഓൺ ആക്കിയിട്ടേക്ക്. പിന്നെ വാട്സപ്പിന് അപ്ഡേറ്റ് വന്നതിനും അത് അപ്ഡേറ്റ് ആയിക്കുന്നൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇതും കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടേക്ക്. വാട്സപ്പിൽ ഒരുപാട് അടിപൊളി ഫീച്ചറുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫീച്ചറുകൾ പുതിയ വന്നിക്ക് ഇനിയും വരാനുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാം. സംഭവം എന്തായാലും ഈ പ്രൈവസി സെറ്റിങ്സിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ട് ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ആൾക്കാരുണ്ടാവും, അവരും അറിഞ്ഞിട്ട് അതൊന്ന് ചെയ്ത് വെച്ചോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.